Welcome to today's class. Today we will have an analysis of the chapter Project Tiger, written by Satyajit Ray. Project Tiger is an article written by Satyajit Ray about his experience of making a film with a tiger in it. സത്യജിത് റേ സംവിധാനം ചെയ്ത ഒരു ബംഗാളി സിനിമയ്ക്കകത്ത് കടുവകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില സീനുകൾ അദ്ദേഹം ഷൂട്ട് ചെയ്യുകയുണ്ടായി. ആ ചിത്രീകരണ വേളയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളാണ് ഈ ഒരു കുറിപ്പിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. Now let's see his profile. Satyajit Ray was an Indian filmmaker. Ray was drawn into independent filmmaking after meeting French filmmaker Jean Renoir and viewing Vittorio De Sica's Italian neo-realist 1948 film Bicycle Thieves. Ray directed 36 films, including feature films, documentaries and short films. He was also a fiction writer, publisher, illustrator, calligrapher, music composer and film critic. He has also authored several short stories and novels. പ്രശസ്ത ഫ്രഞ്ച് ഫിലിംമേക്കർ ജാൻ റിനോറുമായുള്ള സൗഹൃദവും ഇറ്റാലിയൻ ഫിലിംമേക്കർ വിറ്റോറിയോ ഡി സിക്കയുടെ ബൈസിക്കിൾ തീവ്സ് എന്ന ചലച്ചിത്രവും സത്യജിത് റേയെ സ്വതന്ത്ര ചലച്ചിത്ര രംഗത്തേക്ക് എത്തിച്ചു. 36ഓളം സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. ഇവയിൽ ഫീച്ചർ ഫിലിംസ്, ഡോക്യുമെന്ററീസ്, ഷോർട്ട് ഫിലിംസ് എന്നിവ ഉൾപ്പെടുന്നു. ഫിക്ഷൻ റൈറ്റർ, പബ്ലിഷർ, ഇല്ലുസ്ട്രേറ്റർ, കാലിഗ്രാഫർ, മ്യൂസിക് കമ്പോസർ, ഫിലിം ക്രിറ്റിക് എന്നിങ്ങനെ വിവിധ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധിയാർജിച്ചു. നിരവധി ഷോർട്ട് സ്റ്റോറീസും നോവൽസും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ വിട്ടുപോയെന്ന് തോന്നാവുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ആദ്യ സിനിമയെ കുറിച്ചിട്ടാണ്. ഹിസ് ഫസ്റ്റ് മൂവി വാസ് പഥേർ പാഞ്ചാലി, which was released in 1955. His directorial debut has got many awards. To say, National Award for Best Feature Film. ഇന്ത്യയിലെ മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടിക്കൊണ്ടാണ് അദ്ദേഹം സിനിമാ രംഗത്തോട്ട് വരുന്നത്. അതുകൂടാതെ ബംഗാളി ഭാഷയിലുള്ള മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും പഥേർ പാഞ്ചാലി ആ വർഷം നേടുകയുണ്ടായി. Project Tiger. No one can beat Hollywood when it comes to making films with animals in them. I remember films in my childhood, and there were quite a few of them that had an Alsatian called Rin Tin Tin. This dog's acting was more impressive than a human's. Later we got to see 3 or 4 other films with a collie called Lassie. It seemed that the director could make Lassie do just about anything. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. Their owners could easily make as much as 100,000 rupees from just one film. Satyajit Ray says, no one can beat Hollywood when it comes to making films with animals in them. മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുന്നതിൽ ഹോളിവുഡിനെ തോൽപ്പിക്കാൻ ലോകത്തിലെ മറ്റൊരു സിനിമ ഇൻഡസ്ട്രിക്ക് സാധിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നു. I remember films in my childhood, and there were quite a few of them that had an Alsatian called Rin Tin Tin. ഞാൻ കുട്ടിക്കാലത്ത് കണ്ട ചില സിനിമകൾ ഞാൻ ഓർമ്മിക്കുന്നു. അതിനകത്ത് ആൽസേഷ്യൻ വർഗത്തിൽപ്പെട്ടൊരു പട്ടി അഭിനയിച്ച റിൻ ടിൻ ടിൻ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. ദിസ് ഡോഗ്സ് ആക്ടിംഗ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ഈ പട്ടിയുടെ ആക്ടിംഗ്, റിൻ ടിൻ ടിൻ എന്ന പട്ടിയുടെ ആക്ടിംഗ് ഒരു മനുഷ്യനെക്കാട്ടും മികച്ചു നിന്നതായി എനിക്ക് തോന്നി. Later we got to see 3 or 4 other films with a collie called Lassie. അതിനുശേഷം 3-4 മറ്റു സിനിമകൾ കൂടെ ഞാൻ കാണാനിടയുണ്ടായി. അതിലൊന്നിൽ കോളി വിഭാഗത്തിൽപ്പെട്ട ഒരു പട്ടി അഭിനയിച്ച ലസ്സി എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. It seemed that the director could make Lassie do just about anything. ആ സിനിമ കണ്ടപ്പോൾ, ലസ്സി എന്ന സിനിമ കണ്ടപ്പോൾ ആ പട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഡയറക്ടറിന് എന്ത് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാമെന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ആ പട്ടിയുടെ പ്രകടനം. These trained dogs were famous stars in their own rights. ഈ പട്ടികളെല്ലാം തന്നെ അവയുടെ ലോകത്ത് വലിയ വലിയ താരങ്ങളായിരുന്നു. And the money they earned was no less than what a real film star got. സിനിമയിൽ അഭിനയിക്കുക വഴി ഹോളിവുഡിലെ വലിയ സിനിമാ താരങ്ങൾ നേടുന്ന അത്രയും തുകയും ഇവയ്ക്ക് ലഭിച്ചിരുന്നു. Their owners could easily make as much as 100,000 rupees from just one film. ഒറ്റ സിനിമയിൽ അഭിനയിപ്പിക്കുക വഴി ഈ പട്ടികളുടെ ഓണേഴ്സിന്
100,000 rupees, അന്നത്തെ വലിയൊരു സംഖ്യ എന്ന് പറയാം. അത്രയും വലിയ തുക ഒറ്റ സിനിമയിൽ ഈ പട്ടികളെ അഭിനയിപ്പിക്കുക വഴി അതിന്റെ ഓണേഴ്സിന് ലഭിക്കുമായിരുന്നു. ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കാണാൻ സത്യത്തിലേക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ആ സമയത്തുണ്ടായ ചില അനുഭവങ്ങളാണ് അദ്ദേഹം പറയുന്നത്. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ഷൂട്ടിംഗ് കാണാൻ അവസരം ലഭിച്ചപ്പോൾ അവിടുത്തെ ആനിമൽ ആക്ടേഴ്സിനെ പോലും എത്രമാത്രം റെവറൻലിയാണ് അവർ ട്രീറ്റ് ചെയ്തതെന്ന് ഞാൻ തിരിച്ചറിയാൻ ഇടയുണ്ടായി. വാട്ട് ഈസ് റെവറൻലി? റെവറൻലി മീൻസ് റെസ്പെക്ട്ഫുള്ളി. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ പോലും ഹോളിവുഡിൽ അവർ വലിയ റെസ്പെക്ടോടു കൂടിയാണ് ട്രീറ്റ് ചെയ്തിരുന്നതെന്ന് അദ്ദേഹം ഓർക്കുന്നു. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. അദ്ദേഹം ഷൂട്ടിംഗ് കണ്ട സിനിമയിൽ പ്രധാന വേഷം ചെയ്തിരുന്നത് ഒരു വലിയ നായയായിരുന്നു. I reached the studio to find that the shooting had not yet started. ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയ സമയത്ത് ഷൂട്ടിംഗ് അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. The cameraman was getting the lights ready. ക്യാമറാമാൻ ലൈറ്റിംഗ് ശരിയാക്കുന്ന തിരക്കിലായിരുന്നു. It is customary for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or where they will stand in a particular shot. ഹോളിവുഡിലെ ഒരു രീതി അനുസരിച്ച് ഷൂട്ടിംഗിന്റെ ലൈറ്റിംഗ് ശരിയാക്കുന്ന സമയത്ത് തന്നെ നടീനടന്മാർ സെറ്റിൽ എത്തിച്ചേരണമെന്നുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കസ്റ്റമറി. വട്ട് ഈസ് കസ്റ്റമറി? ഇറ്റ് ഈസ് ഹാബിച്വൽ, പതിവായി സ്ഥിരമായി അവർ ചെയ്തുകൊണ്ടിരുന്ന രീതി. ലൈറ്റിംഗ് ശരിയാക്കുന്നതിന് മുമ്പ് തന്നെ ആക്ടേഴ്സ് ഷൂട്ടിംഗ് സെറ്റിൽ എത്തിച്ചേരണം. എന്നിട്ട് അവരെന്ത് ചെയ്യണം? ദേ വിൽ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക് ഓർ വേർ ദേ വിൽ സ്റ്റാൻഡ് ഇൻ എ പെർട്ടിക്കുലർ ഷോട്ട്. ഒരു പ്രത്യേക ഷോട്ടിൽ അവർ എങ്ങനെ നടക്കും, അവരെങ്ങനെയാണ്, ഏത് സ്ഥലത്താണ് അവർ ആ പെർഫോമൻസ് ചെയ്യുക എന്ന് ക്യാമറമാന് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദെയർ സ്റ്റാൻഡ്-ഇൻസ്. വലിയ സൂപ്പർ സ്റ്റാറുകളുടെ കാര്യത്തിൽ അവരുടെ ഈ ലൈറ്റിംഗ് ജോലി ചെയ്തിരുന്നത് അവരുടെ സ്റ്റാൻഡ് ഇൻ എന്നറിയപ്പെട്ട ആളുകളായിരുന്നു. സ്റ്റാൻഡ് ഇൻ എന്ന് പറഞ്ഞാൽ ആ നടീനടന്മാരുമായി ശാരീരികമായി സാദൃശ്യമുള്ള വ്യക്തികൾ. അവർക്ക് ചെയ്യേണ്ട ജോലി ഇവർ ചെയ്തു കൊടുക്കുമായിരുന്നു. The stars themselves arrive only when the lights are ready and it is time to take a shot. ലൈറ്റിംഗ് എല്ലാം ശരിയായി ഒരു ഷോട്ട് എടുക്കാൻ വേണ്ട സമയത്ത് മാത്രമേ വലിയ ഫിലിം സ്റ്റാറുകൾ വരാറുണ്ടായിരുന്നുള്ളൂ. Here in Disney Studio, I noticed that a few actors were moving about in the set, and on one side, standing quietly, was the protagonist, the same large dog. The cameraman shouted to everyone to take their positions, but the dog remained where it was. This puzzled me. Could it be that it was not required in the next shot? പിന്നീട് അദ്ദേഹം പറയുന്നു, Here in Disney Studio, I noticed that a few actors were moving about in the set, and on one side standing quietly was the protagonist, the same large dog. ഇവിടെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഞാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യാണ്, കുറെ നടീനടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും പലതും ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ ആ വലിയ നായ അനങ്ങാതെ ഒരു ഭാഗത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ടു. The cameraman shouted to everyone to take their positions, but the dog remained where it was. നടീനടന്മാരെല്ലാം അവരുടെ സ്ഥാനത്തേക്ക് പോയി നിൽക്കാൻ വേണ്ടി ക്യാമറാമാൻ വിളിച്ചു പറഞ്ഞു, മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. പക്ഷെ ആ നായ മാത്രം ആ സ്ഥാനത്ത് നിന്നും അനങ്ങിയില്ല. This puzzled me. ഇതെന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി. Could it be that it was not required in the next shot? അടുത്ത ഷോട്ടിൽ ആ നായ ഇല്ലാത്ത ഷോട്ടാണെന്ന് ഞാൻ ചിന്തിച്ചു. Before I could ask someone, a strange thing happened. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. When to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor, just like an animal. And the dog skin was draped over him. Then he crawled from one mark to another, and the cameraman got busy with the lights. It finally dawned upon me that this dwarf was paid to be the dog's stand-in. Before I could ask someone, a strange thing happened. ഈ നായ എന്തുകൊണ്ടാണ് ഈ ഷൂട്ടിംഗ് ആരംഭിക്കുമ്പോഴും അനങ്ങാതൊരു ഭാഗത്ത് പോയി നിൽക്കുന്നതെന്ന് ആരോടെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായി nowhere appeared a little dwarf. എവിടെ നിന്നറിയില്ല, പെട്ടെന്നൊരു കുറിയൊരു മനുഷ്യൻ, ഒരു കുള്ളൻ എന്ന് പറയാം, ഒരു ചെറിയൊരു വ്യക്തി ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പ്രവേശിച്ചു. Followed by another man carrying a hairy dog skin. അദ്ദേഹത്തിന് തൊട്ടു പുറകിലായി മറ്റൊരാൾ നായയുടെ ഹെയറി ഡോഗ് സ്കിന്നുമായിട്ട്, നായയുടെ നിറയെ തൊപ്പയുള്ളൊരു
സ്കിന്നുമായിട്ട് അദ്ദേഹത്തിന് പുറകെ നടക്കുന്നുണ്ട്. Then to my perfect amazement the dwarf went down on all the fours on a chalk mark on the floor. ഫ്ലോറിൽ നിലത്ത് ആ നായ മൂവ് ചെയ്യേണ്ട ഭാഗത്തായിട്ട് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ മാർക്കുകളിലൂടെ ഈ വ്യക്തി, ഈ കുറിയ വ്യക്തി, ഈ കുള്ളനായ വ്യക്തി നായ ചലിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ലൈക്ക് an animal this man began to crawl. Dog skin was draped over him. ഈ ചെറിയ കുള്ളന്റെ മേലെ ഈ നായയുടെ സ്കിൻ എന്ത് ചെയ്തിരുന്നു? കെട്ടിവെച്ചിരുന്നു. One mark to another this dwarf crawled like a dog. ഒരു മാർക്കിൽ നിന്നും മറ്റൊരു ചോക്ക് മാർക്കിലേക്ക് ഈ കുറിയ വ്യക്തി നായയെ പോലെ ഇഴഞ്ഞുകൊണ്ടേയിരുന്നു. And the cameraman got busy with the lights. ക്യാമറാമാൻ അതിനനുസരിച്ച് തന്റെ ലൈറ്റിംഗ് ശരിയാക്കിക്കൊണ്ടിരുന്നു. It finally dawned upon me that this dwarf was paid to be the dog's stand-in. പിന്നീടാണ് എനിക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്, ഈ വ്യക്തി നായയ്ക്ക് പോലും ഹോളിവുഡിൽ എന്തുണ്ട്? സ്റ്റാൻഡിൻ ഉണ്ട്. നായയുടെ സ്റ്റാൻഡിൻ ആയിരുന്നു ആക്ച്വലി ഈ കുറിയ കുള്ളനായ വ്യക്തി എന്ന് എനിക്കൊരു തിരിച്ചറിവുണ്ടായി. Every animal in a Hollywood film is well trained. It is not difficult to train a horse or a dog, but have you ever heard of trained ravens? ഹോളിവുഡിലെ ഓരോ ജീവികളും, അഭിനയിക്കുന്ന ഓരോ ജീവികളും ഒരുപാട് ട്രെയിനിങ് കിട്ടിയ ജീവികളാണ്, ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്. It is not difficult to train a horse or a dog. ഒരു ഡോഗിനെയോ ഒരു ഹോഴ്സിനെയോ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രയാസമുള്ളതല്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് എ ട്രെയിൻഡ് റാവൻസ്? പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ട്രെയിൻഡ് റേവൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റേവൻസ് മീൻസ് കാക്കകൾ. നോട്ട് ജസ്റ്റ് 1 or 2 ബട്ട് നിയർലി 100 ഓഫ് ദം. 1 2 അല്ല, 100 കണക്കിന് റേവൻസ്, ട്രെയിൻഡ് റേവൻസ്. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ് when the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. ഇതുപോലും ഹോളിവുഡിൽ സാധ്യമായിട്ടുണ്ട്. 100 കണക്കിന് ട്രെയിൻ റേവൻസിനെ പോലും ഹോളിവുഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണത്? ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും സസ്പെൻസ് സിനിമകൾക്ക് പേരുകേട്ട സംവിധായകനാണ് ആൽഫ്രഡ് ഹിച്ച്കോക്ക്, എ ലെജൻഡറി ഫിലിം മേക്കർ. അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേണ്ടിയാണ്, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് 100 കണക്കിന് ട്രെയിൻഡ് ആയിട്ടുള്ള റേവൻസിന് അദ്ദേഹം സംഘടിപ്പിക്കുന്നത്, അദ്ദേഹത്തിന്റെ ബേർഡ്സ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി. In the story, birds from all over the world start attacking humans. അദ്ദേഹത്തിന്റെ ആ സിനിമയിൽ ലോകത്തിലെ പക്ഷികൾ മുഴുവൻ ഹ്യൂമൻ ബീങ്സിനെ, മനുഷ്യരെ ആക്രമിക്കുന്നതായിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. Hitchcock needed a variety of birds, but what was required in the largest number was ravens. ഒരുപാട് പക്ഷികളെ ഹിച്ച്കോക്കിന് ആവശ്യമുണ്ടായിരുന്നു, ട്രെയിൻഡ് ആയിട്ടുള്ള പക്ഷികളെ. അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് ട്രെയിൻഡ് റേവൻസിനെ ആയിരുന്നു. Notices were placed in the press all over the United States, asking people to contact the filmmaker if they knew how to get hold of trained ravens. അദ്ദേഹം എന്ത് ചെയ്തു? അമേരിക്കയിലെ മീഡിയാസിൽ മുഴുവൻ പരസ്യം ചെയ്തു, ട്രെയിൻഡ് ആയിട്ടുള്ള റേവൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട്. Someone replied within a few days he was asked to bring his birds, and he arrived with almost 100 trained ravens. ദിവസങ്ങൾക്കകം തന്നെ ഒരാൾ ആ വാർത്തയോട് പ്രതികരിച്ചു. He was asked to bring his birds. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ പക്ഷികളെ കൊണ്ടുവരാൻ വേണ്ടി ഹിച്ച്കോക്ക് ആവശ്യപ്പെട്ടു. And he arrived with almost 100 trained ravens. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന 100ഓളം ട്രെയിൻഡ് റാവൻസുമായി എത്തി. Admittedly, their training had not gone very bad. ആ റേവൻസിന്റെ ട്രെയിനിങ് മോശമില്ലായിരുന്നു എന്ന് വേണം പറയാൻ. That is to say, they could not do anything that might be seen as extraordinary. വളരെ എക്സ്ട്രോർഡിനറി എന്നുള്ള രീതിയിലൊന്നും വലിയ കാര്യങ്ങൾ, വളരെ അത്ഭുതകരമായ കാര്യങ്ങളൊന്നും ആ ട്രെയിൻ റേവൻസിന് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? പക്ഷെ 50ഓളം റേവൻസിനോട് ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി പറന്നിറങ്ങി ലാൻഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അവ എല്ലാം ഒരേ രീതിയിൽ അവിടെ പോയി പറന്നിറങ്ങുന്നത് കാണുന്നത് isn't it pretty impressive? അത് വളരെ മികച്ച ഒരു കാര്യം തന്നെയല്ലേ? Needless to say, in our country, it is not at all easy to find trained animals, although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. നമ്മുടെ രാജ്യത്തെ സ്ഥിതി പറയേണ്ട ആവശ്യമില്ല. Because it is not at all easy to find trained animals. നമ്മുടെ രാജ്യത്ത് ട്രെയിൻഡ് ആനിമൽസിനെ ഷൂട്ടിങ്ങിന് വേണ്ടി ലഭിക്കുക എന്നുള്ളത് വളരെ വിഷമകരമാണ്. Although some films have been made in Bombay and Madras that involved working with animals, horses and tigers. എന്നിരുന്നാലും മദ്രാസിലും ബോംബെയിലും നിന്നൊക്കെ ഉണ്ടാക്കിയ കുറച്ച് സിനിമകളിൽ ട്രെയിൻഡ് ആയ എലിഫന്റ്സിനെയും
ഹോഴ്സസിനെയും ടൈഗേഴ്സിനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ വളരെ പ്രയാസകരമാണ് ഇന്ത്യയിൽ ട്രെയിൻഡ് ആനിമൽസിനെ കിട്ടാൻ. Their performance did suggest that they were used to obey commands. അവയുടെ പെർഫോമൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവയും കമാൻഡ്സ് ഒബേ ചെയ്യാൻ തയ്യാറായിരുന്നു. In Bengal, it is sometimes possible to find clever dogs. ബംഗാളിൽ വളരെയധികം ബുദ്ധിയുള്ള അനുസരണയുള്ള നായികളെ ലഭിക്കുമായിരുന്നു. Particularly police dogs which are quite intelligent. പ്രത്യേകിച്ചും പോലീസ് ട്രെയിനിങ് കിട്ടിയ പട്ടികൾ. If one is prepared to be patient, it is not altogether impossible to get good performances out of them, as we managed to do with Bhulo in Pater Panchal. നല്ല ക്ഷമയുണ്ടെങ്കിൽ ഇവയിൽ നിന്നും വളരെ മികച്ച പെർഫോമൻസ്, ഇത്തരത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗ്സിൽ നിന്നും വളരെ മികച്ച പെർഫോമൻസ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതുപോലെ എനിക്ക് പതേർ പാഞ്ചാലിയിൽ ഭൂലോ എന്ന് പറയുന്ന നായയിൽ നിന്നും ലഭിച്ച പോലത്തെ മികച്ച പെർഫോമൻസ് ഈ നായകളിൽ നിന്നും ലഭിക്കും. Yet a dog might be difficult, not impossible to handle. എന്നിരുന്നാലും ഒരു നായയെ ട്രെയിൻ ചെയ്ത് നമുക്ക് ലഭിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. കുറച്ച് പ്രയാസകരമാണ് ലഭിക്കാൻ, എന്നിരുന്നാലും അസംഭവ്യമായ ഒരു കാര്യമായിരുന്നില്ല. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? ഒരുപക്ഷെ ഇനി ഒരു ടൈഗറിനെ ആണെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്, ഷൂട്ടിങ്ങിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു. ഞങ്ങൾക്ക് ഈ ഒരു പ്രശ്നവും നേരിടേണ്ടി വന്നിരുന്നു. വെൻ വി വർ ഷൂട്ടിംഗ് ഗൂപ്പേ ഗൈൻ ബാഗാ ബൈൻ. ഞങ്ങൾ ഗൂപ്പേ ഗൈൻ ബാഗാ ബൈൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ടൈഗറിനെ ഞങ്ങൾക്ക് ആവശ്യമായി വന്നു. ഇൻ ദ ഫിലിം ഗൂപ്പേ, ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ്, വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്, മീറ്റ്സ് ഭാഗ, ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. ഈ സിനിമയിൽ ഗൂപ്പി എന്ന് പറയുന്ന കഥാപാത്രം രാജാവ് അവനെ നാട് കടത്തുന്നു. അവൻ കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ അവിടെ വെച്ച് ഭാഗ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നു. രണ്ടുപേരും നാട്ടിൽ നിന്നും നാട് കയറ്റപ്പെട്ട ആളുകളായിരുന്നു. They see a tiger and freeze. ഈ രണ്ട് കഥാപാത്രങ്ങളും ഒരു ടൈഗറിനെ കാണുന്നു. രണ്ടുപേരും ഷോക്ക്ഡായി നിൽക്കുന്നു. But the tiger simply walks. പക്ഷെ ആ ടൈഗർ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുന്ന ഒരു സീൻ. About in the forest without paying them the slightest attention. ഇവരെ രണ്ടുപേരെയും യാതൊരു വിധത്തിലും മൈൻഡ് ചെയ്യാതെ ആ ടൈഗർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സീനായിരുന്നു ഞങ്ങൾക്ക് ആ സിനിമയ്ക്ക് വേണ്ടി ആവശ്യമുണ്ടായിരുന്നത്. ഹാവിംഗ് തോട്ട് ഓഫ് ദ സീൻ, ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. ആ സീൻ മനസ്സിൽ വിചാരിച്ച സമയം തന്നെ ഞാൻ തീരുമാനിച്ചു, ഇതെനിക്ക് ഷൂട്ട് ചെയ്യുക തന്നെ വേണം. ബട്ട് വേർ വി ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ? പക്ഷെ ഒരു ടൈഗറിനെ എവിടെ നിന്ന് സംഘടിപ്പിക്കും? The obvious thing to do was to look in a circus, since they were likely to have trained animals. തീർച്ചയായും ഇതിനെ കണ്ടെത്തണമെങ്കിൽ ഒരു സർക്കസിൽ തന്നെ പോയി അന്വേഷിക്കണം. അവിടെ മാത്രമേ ട്രെയിൻഡ് ആയിട്ടുള്ള ആനിമൽസ് ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. As a matter of fact, one called Bharat Circus was visiting Calcutta at the time. ആ സമയത്ത് കൽക്കട്ടയിൽ ഭാരത് സർക്കസിന്റെ ടീം വിസിറ്റ് ചെയ്യുന്നുണ്ടായിട്ടുള്ള കാര്യം മനസ്സിലാക്കാനിടയായി. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. മാർക്കസ് സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ഷോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. We sent someone to make an appointment with its Tamil manager and then went to meet him one morning. ഭാരത് സർക്കസിന്റെ തമിഴനായ മാനേജറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഒരു ദിവസം രാവിലെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. He greeted us warmly and ordered South Indian coffee for us. അദ്ദേഹം ഞങ്ങളെ വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ കോഫി തന്നു. The manager heard the reasons for our visit. ഞങ്ങളുടെ ആ സന്ദർശനത്തിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് നിന്ന് കേട്ടു. Then sent for one Mr. Torat. ഞങ്ങൾക്ക് വേണ്ടി ഒരാളെ അയച്ചു തന്നു. അദ്ദേഹത്തിന്റെ പേര് തൊറാട്ട് എന്നായിരുന്നു. He turned out to be the ring master. അദ്ദേഹം ആ സർക്കസിലെ റിംഗ് മാസ്റ്റർ ആയിരുന്നു, മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന വ്യക്തി. He too was a South Indian, very well built with features somewhat like those of a Nepali. അദ്ദേഹം വളരെ നല്ല ശരീരമുള്ള ഒരു വ്യക്തിയായിരുന്നു. വെൽ ബിൽറ്റ് മാൻ വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു നേപ്പാളിയെ പോലെ തോന്നിക്കും. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. അദ്ദേഹത്തിന് 40 താഴെയുള്ള പ്രായമുള്ളൂ, 40 കവിഞ്ഞ പ്രായമില്ലാത്ത ഒരു റിംഗ് മാസ്റ്റർ. ഹി ഷോഡ് us an old scar on his forearm which had been caused by a tiger. അദ്ദേഹത്തിന്റെ ഫോറാംസിൽ പതിഞ്ഞിരുന്ന ഒരു ടൈഗറിന്റെ പാട്, ടൈഗർ മാന്തിയതിന്റെ കല അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു.